പേജ് നമ്പർ 76 മഹിളാ ഓർ ബാൽ കല്യാൺ യോജന എന്നുള്ള പോയിന്റാണ് നോക്കുന്നത്. അതായത് വിമൻ ആൻഡ് ചൈൽഡ് വെൽഫെയർ സ്കീംസ്. കല്യാൺ യോജന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽഫെയർ സ്കീംസ് ആണ്. അപ്പോൾ ഇതിന് രണ്ടായിട്ട് ആണ് കൊടുത്തിട്ടുള്ളത് പോയിന്റ്സ്. ഫസ്റ്റ് മഹിളാവും കേലി എന്നുള്ളതും പിന്നീട് ബച്ചോം കേലി. ആദ്യം വിമൻസിൻ്റെ സ്കീംസ് പറയും, പിന്നീട് ചൈൽഡിൻ്റെതാണ് പറയുന്നത്. അപ്പോൾ രണ്ട് ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. ആദ്യത്തെ മഹിളാവും കേലി എന്നുള്ളതിൽ 9 പോയിന്റ് വരുന്നുണ്ട്. അപ്പോൾ സ്ത്രീകളുടെ സ്കീംസ് ഫസ്റ്റ് നോക്കാം. ഫസ്റ്റ് പോയിന്റ് ആണ് ആശ്വാസ് നിധി എന്ന് പറയുന്നത്. അപ്പം यौन अपराध, घरेलू हिंसा और एसिड हमलों की शिकार महिलाओं को वित्तीय सहायता प्रदान करना. അതായത് ഇതിൽ സെക്ഷൽ ഒഫൻസസ്, അതുപോലെ തന്നെ ഡൊമസ്റ്റിക് വയലൻസ്, ആസിഡ് അറ്റാക്ക് വിക്ടിംസ്, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്ന സ്ത്രീകൾക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, അതാണ് വിത്തീയ സഹായത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ആശ്വാസ് നിധി എന്നുള്ള സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് വൺ ശിക്ഷാ സഹായത, എഡ്യൂക്കേഷണൽ അസിസ്റ്റൻസ് टू विमेन हेडेड फैमिली. अदायद महिला प्रधान परिवारों के बच्चों की शिक्षा के लिए वित्तीय सहायता. അതായത് ഫീമെയിൽ ഹെഡഡ് ആയിട്ടുള്ള ഫാമിലിയിലെ കുട്ടികൾക്ക്, അതായത് മഹിളാ പ്രധാനം എന്ന് പറയുന്നത് അതാണ് കേട്ടോ. ഫീമെയിൽ ഹെഡഡ് ആയിട്ടുള്ള ഫാമിലിയിലെ കുട്ടികൾക്ക് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് നൽകുക എന്നുള്ളതാണ് ഏത് ശിക്ഷാ സഹായത എന്നുള്ള സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ മാംഗല്യ യോജന. മാംഗല്യ യോജന എന്ന് പറയുന്നത് വിധവാവും കി പുനർവിവാഹക്കോ ബഡാവാ ദേന. ഈ യോജന നമ്മുടെ വിഡോസിന് റീമാരേജിന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മാംഗല്യ സ്കീം കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് അഭയ കിരൺ. अभय किरण എന്ന് പറയുന്നത് बेघर विधवाओं को आश्रय और सुरक्षा प्रदान करने वाले रिश्तेदारों को मासिक वित्तीय സഹായത. അതായത് ഈ ഹോംലെസ് ആയിട്ടുള്ള വിഡോസിനെ ഷെൽട്ടറും അതുപോലെ തന്നെ അവർക്ക് പ്രൊട്ടക്ഷനും നൽകുന്ന റിലേറ്റീവ്സിന് മന്ത്ലി ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് നൽകുക, റിലേറ്റീവ്സിനാണ്. നെക്സ്റ്റ് പോയിന്റ് വൺ സ്റ്റോപ്പ് സെൻറ്റർ അല്ലെങ്കിൽ സഖി സെൻറ്റർ എന്ന് പറയുന്നത് ഹിംസാ സെ प्रभावित महिलाओं को एक ही छत के नीचे पुलिस सुविधा, चिकित्सा सहायता, कानूनी सलाह, सामाजिक परामर्श और अस्थायी आश्रय जैसी एकीकृत सेवाएं प्रदान करना. അതായത് എന്തെങ്കിലും തരത്തിലുള്ള വയലൻസ് നേരിടേണ്ടി വന്നിട്ടുള്ള സ്ത്രീകൾക്ക് പോലീസ് ഫെസിലിറ്റീസ്, മെഡിക്കൽ എയ്ഡ്, ലീഗൽ അഡ്വൈസ്, സോഷ്യൽ കൗൺസിലിംഗ്, അതുപോലെ തന്നെ ടെമ്പററി ആയിട്ടുള്ള എല്ലാ ആശ്രയങ്ങളും ഒന്നിച്ചിട്ട് നമുക്ക് നൽകാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വൺ സ്റ്റോപ്പ് സെൻറ്റേഴ്സ് പ്രവർത്തിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ഉജ്ജ്വല യോജന, ഉജ്ജ്വല സ്കീം. അപ്പോൾ ഇതെന്ന് പറയുന്നത് तस्करी की रोकथाम और पीड़ितों के बचाव, पुनर्वास, पुनः एकीकरण और प्रत्यावर्तन के लिए. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ട്രാഫിക്കിംഗ് ഒക്കെ ഉണ്ടാവുമല്ലോ, അത്തരം കാര്യങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രവർത്തനത്തിൽ ഇരയായിട്ടുള്ളവർക്ക് റെസ്ക്യൂ, റിഹാബിലിറ്റേഷൻ, അതുപോലെ തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷനും ഹെൽപ്പും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടും, പിന്നെ ഈ മനുഷ്യക്കടത്ത് പോലെയുള്ള കാര്യങ്ങളിൽ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരെ സ്വദേശത്തേക്ക്, സ്വന്തം സ്ഥലത്തേക്ക് കൊണ്ടുവരാനൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്കീമാണ് ഉജ്ജ്വല എന്ന് പറയുന്നത്. പിന്നെ महिला हेल्पलाइन, हिंसा से प्रभावित महिलाओं को 24 घंटे आपातकालीन और गैर आपातकालीन പ്രതിക്രിയ പ്രദാൻ करना. അപ്പോൾ വയലൻസ് നേരിടേണ്ടി വന്നിട്ടുള്ള സ്ത്രീകൾക്ക് 24 മണിക്കൂർ എമർജൻസി, അതുപോലെ തന്നെ നോൺ എമർജൻസി റെസ്പോൺസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് വിമൻ ഹെൽപ്പ് ലൈൻ എന്ന് പറയുന്ന ഒരു പദ്ധതി. നെക്സ്റ്റ് വരുന്നത് കുടുംബശ്രീ. കുടുംബശ്രീ എന്ന് പറയുന്നത് महिलाओं के सशक्तिकरण और गरीबी उन्मूलन के लिए एक बड़ा नेटवर्क जो आय सृजन गतिविधियों और सामाजिक विकास पर केंद्रित है.
കുടുംബശ്രീ നമുക്ക് എല്ലാവർക്കും അറിയാം, സ്ത്രീകളുടെ വിമൻ എംപവർമെൻറ്റിനും അതുപോലെ തന്നെ പോവേർട്ടി അലിവിയേഷന് വേണ്ടിയിട്ടൊക്കെ ഒരു വലിയ ലാർജ് നെറ്റ്വർക്കിൻ്റെ രൂപത്തിൽ കുടുംബശ്രീ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ആയ സൃജന, അതൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗതിവിധിയം ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ സാമാജിക വികാസത്തിന് വേണ്ടിയിട്ട്, അതായത് സോഷ്യൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പദ്ധതിയാണ് കുടുംബശ്രീ എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ സാകല്യ. സാകല്യ എന്ന് പറയുന്നത് മഹിളാ സുരക്ഷ और सशक्तिकरण के लिए एक व्यापक योजना. വിമൻ്റെ സേഫ്റ്റിക്കും എംപവർമെൻറ്റിനും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സമഗ്ര പദ്ധതിയാണ് സാകല്യ എന്ന് പറയുന്നത്. ഇനി പറയുന്നത് ബച്ചേ കേലി എന്നുള്ളതാണ്. ബച്ചേ കേലിന് ചൈൽഡ്സിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്ര നേരം പറഞ്ഞ വിമൻസിൻ്റെതാണ്, ഇനി ചൈൽഡിന്. അപ്പോൾ ഫസ്റ്റ് വൺ पूरक पोषण कार्यक्रम सप्लीमेंट्री न्यूट्रिशन प्रोग्राम 6 महीने से 6 साल तक के बच्चों और गर्भवती व स्तनपान कराने वाली माताओं को पूरक पोषण प्रदान करना. അപ്പോൾ ഇതിൻ്റെ പൂരക് പോഷൻ കാര്യക്രം എന്നുള്ള പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് 6 മാസം മുതൽ 6 വർഷം വരെയുള്ള, അതായത് 6 മാസം തൊട്ടിട്ട് 6 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്കും അതുപോലെ ഗർഭവതി ക്യാരിങ് ആയിട്ടുള്ള അതുപോലെ തന്നെ ലാക്ടേറ്റിംഗ് ആയിട്ടുള്ള മദേഴ്സിന് പോഷൻ സപ്ലിമെൻ്ററി ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് ICDSൻ്റെ അണ്ടറിൽ വരുന്ന ഒരു പദ്ധതിയാണ്. നെക്സ്റ്റ് സമേകിത് ബാൽ വികാസ്, വായേം എന്നുള്ളത് വായേന്ന് വരില്ല, സേവായേം എന്നാണ് അവിടെ വരുന്നത് കേട്ടോ. സമേകിത് ബാൽ വികാസ് സേവായേം എന്നാണ് ശരിക്കും വേണ്ടത്. ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സർവീസസ് ICDS കേട്ടിട്ടൊന്നും അറിയില്ല. ICDS എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോമാണത്. അതെന്തിനു വേണ്ടി തുടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന പദ്ധതിയാണെന്നാണ് പറയുന്നത്. ഇനി ബച്ചോം കെ സമഗ്ര വികാസ് കെ ലിയെ പൂരക് പോഷൻ टीकाकरण स्वास्थ्य जांच रेफरल सेवाएं और पूर्व विद्यालयों और गैर औपचारिक शिक्षा जैसी सेवाएं प्रदान करना. ICDS എന്തിനു പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. കുട്ടികളുടെ സമഗ്ര വികാസത്തിന് വേണ്ടിയിട്ട് ന്യൂട്രീഷൻസ്, അതായത് സപ്ലിമെൻ്ററി ന്യൂട്രീഷൻസും വാക്സിനേഷൻസ്, പിന്നെ ഹെൽത്ത് ചെക്കപ്പ്, പിന്നെ റെഫറൽ സേവനങ്ങൾ, അതുപോലെ തന്നെ പ്രീ സ്കൂള്, നോൺ ഫോമൽ എഡ്യൂക്കേഷൻ, അത്തരത്തിലുള്ള സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ICDS പ്രവർത്തിക്കുന്നത്. നെക്സ്റ്റ് സ്നേഹപൂർവം. സ്നേഹപൂർവം എന്നുള്ള പദ്ധതി അനാഥ बच्चों को वित्तीय सहायता प्रदान करना जो परिवार रिश्तेदारों या समुदाय के समर्थन से रहते हैं. അതായത് ഈ ഫാമിലിയുടെയും മറ്റ് റിലേറ്റീവ്സിൻ്റെയും ഒക്കെ സപ്പോർട്ടിൽ താമസിക്കുന്ന അനാഥരായിട്ടുള്ള കുട്ടികൾക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്ന പദ്ധതിയാണ് സ്നേഹപൂർവം എന്ന് പറയുന്നത്. നെക്സ്റ്റ് മിഷൻ വാത്സല്യ. മിഷൻ വാത്സല്യ എന്ന് പറയുന്നത് ബാൽ സംരക്ഷൺ സേവാവും കെ ലിയെ ഏക് വ്യാപക് യോജന. ശിശു സംരക്ഷണ അത്തരത്തിലുള്ള സേവനങ്ങൾക്ക്, ശിശു സംരക്ഷണ സേവനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമഗ്ര പദ്ധതിയാണ് മിഷൻ വാത്സല്യ. നെക്സ്റ്റ് ബാലിക സമൃദ്ധി യോജന. ബാലികാओं को शिक्षा के लिए प्रोत्साहन, ഗേൾ ചൈൽഡിനെ എഡ്യൂക്കേഷന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ബാലികാ സമൃദ്ധി യോജന എന്ന് പറയുന്നത്. പിന്നെ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ലിംഗ് അനുതാപ് लिंग अनुपात में सुधार और बालिकाओं की शिक्षा को बढ़ावा देना. ഇത് സെക്സ് റേഷ്യോയിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താനും അതുപോലെ തന്നെ ഗേൾ ചൈൽഡിന് എഡ്യൂക്കേഷന് പ്രൊമോട്ട് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ പ്രധാനമന്ത്രി മാതൃവന്ദന യോജന എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഗർഭവതി മഹിളാവും और स्तनपान कराने वाली माताओं को वित्तीय सहायता प्रदान करना. ഇതിൽ ഉദ്ദേശിക്കുന്നത് കെയറിങ് ആയിട്ടുള്ള സ്ത്രീകൾക്കും അതുപോലെ തന്നെ ലാക്ടേറ്റിംഗ് ആയിട്ടുള്ള മദേഴ്സിനും വിത്തീയ സഹായത, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. അതുപോലെ തന്നെ ഈ യോജനയും കേരളമേ മഹിളാവും और बच्चों की स्वास्थ्य, ഇനി പറയുന്നത് കോമൺ ആയിട്ടാണ്. ഈ പറഞ്ഞ എല്ലാ യോജനകളും പദ്ധതികളും കേരളത്തിലെ സ്ത്രീകൾക്ക്, മഹിളകൾക്ക്, അതുപോലെ തന്നെ ബച്ചോം കി സ്വാസ്ഥ്യ, സ്ത്രീകൾക്കും അതുപോലെ തന്നെ കുട്ടികളുടെയും ഹെൽത്തിന്, എഡ്യൂക്കേഷന്, അതുപോലെ തന്നെ
പോഷൻ, ന്യൂട്രീഷൻ, സുരക്ഷ, അവരുടെ പ്രൊട്ടക്ഷൻ, അതുപോലെ തന്നെ സശക്തീകരണം, എംപവർമെൻറ്റ് को सुनिश्चित कराने के लिए ഇതൊക്കെ ഇൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന അതിനായിട്ട് മഹത്വപൂർണ്ണ ഭൂമിക നിഭാത്തി ഹെ, ഭയങ്കര വൈറ്റലായിട്ടുള്ള റോൾസ് വഹിക്കുന്ന യോജനകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് കേട്ടോ.